ബ്രൂണോയ്ക്ക് ഫിഷ് ആമിനോ വേണോ? ബ്രൂണോയ്ക്ക് ഫിഷ് ആമിനോ വേണം, നല്ല തഴച്ച് വളരും. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫിഷ് ആമിനോ ആസിഡിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ കാണിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ ആദ്യം മുതൽ കാണുന്നവർക്ക് ഞാൻ ചെയ്യുന്ന രീതികളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് രണ്ടാമതായിട്ട് ഫിഷ് ആമിനോ ആസിഡ് അരിച്ചെടുക്കുന്നതും ചെടികൾക്ക് എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്നും കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുക. ഇതാണ് നമ്മുടെ ഫിഷ് ആമിനോ ആസിഡ്. കണ്ടില്ലേ, ഇതിപ്പം നല്ലതുപോലെ ആയിട്ടുണ്ട്. നല്ലതുപോലെ ഇപ്പം കുറേ ദിവസമായി ഞാൻ ഉണ്ടാക്കിയിട്ട് മെയ് 16-ാം തീയതി ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പം ജൂൺ, ഇത് ഞാനിത് എടുക്കുമ്പോൾ ഇത് ജൂൺ 26-ആണെന്ന്. അപ്പം അതെങ്ങനെയായെന്ന് നോക്കാം. എന്നുവെച്ചാൽ നമ്മുടെ മീൻ എന്താണ് കഷ്ണങ്ങളൊക്കെ ഏകദേശം അതുപോലെയൊക്കെ ഉണ്ട്, എന്നാലും അതിൻ്റെ ഗുണങ്ങളെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു പിന്നെ മാംസം എല്ലാം അങ്ങ് അലിഞ്ഞ് ചേരുമായിരിക്കുമെന്ന്. ഇല്ല, പക്ഷെ നമ്മളത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ഇതിനകത്ത് പുഴു ഉണ്ടാവത്തില്ലേ എന്ന്. അപ്പം മീൻ തലയൊക്കെ മീനും ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പുഴു ഉണ്ടാവില്ലേ എന്ന്. ഒരിക്കലും പുഴു ഉണ്ടാകത്തില്ല. പുഴു ഉണ്ടാകുന്ന കാരണം അതിനകത്ത് ശർക്കര കുറയുന്നുണ്ടാണ്. അതുകൊണ്ടാണ് ശർക്കര യാതൊരു കാരണവശാലും കുറയരുതെന്ന് പറയുന്നത്. ശർക്കര അതിൻ്റെ തൊട്ട് മേളിൽ തന്നെ നിൽക്കണം. പിന്നെ നമ്മൾ ആഴ്ചതോറും നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കുകയും വേണം. എന്നിട്ട് ഇനി നമുക്കതിനെ അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ തുണിയുടെ കവറ്. അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇതിനകത്ത് വലിയ വാടയോ ഒന്നുമില്ല. ഒരു പിന്നെ ലേഹ്യത്തിൻ്റെ സ്മെല്ല് മാതിരിയേ ഉള്ളൂ കേട്ടോ. കണ്ടല്ലോ സംഭവം. അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. പിഴിഞ്ഞെടുക്കണം ഇനി. നമ്മുടെ ചെടികൾക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ മീൻ തലയൊക്കെ മീൻ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ ചെടികളുടെയൊക്കെ വളർച്ചയെന്ന് പറയുന്നത്. ഇതെല്ലാം നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കൊന്ത് നമുക്ക് എന്താണെന്നറിയാമോ, ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് വലിയ ചെടികളുടെയൊക്കെ ചുവട്ടിൽ കൊണ്ടൊന്ന് ഇടാം. നമ്മുടെ ബ്രൂണോയും വന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ കാണുന്നത്? ഇതെന്താണ് ഇനിയമ്മ നടത്തുന്നത്? എന്താണ് എൻ്റെ മമ്മി നടത്തുന്നത്? അപ്പം ഞാനിത് കുപ്പിയുടെ ബോട്ടിലിനകത്തായിരുന്നു ഇട്ടിരുന്നത്. കുപ്പിക്കൊന്നും യാതൊരു കുഴപ്പവുമില്ല. പ്ലാസ്റ്റിക്കും അങ്ങനെ പ്ലാസ്റ്റിക് ഇല്ലാത്തവർക്ക് ഈ ബോട്ടിലിനകത്ത് ഇടാം. അപ്പം നല്ലതുപോലെ പിഴിഞ്ഞെടുത്തു. ബ്രൂണോയ്ക്കെല്ലാം മനസ്സിലായോ? അടുത്ത പ്രാവശ്യം ബ്രൂണോയാണ് ചെയ്യുന്നത് കേട്ടോ. ബ്രൂണോ, അയ്യോ അതുവഴി പോകല്ലേ, നടുക്കൂടെ പാനട്ടിരിക്കുക. അപ്പം എല്ലാം ഇതിൻ്റെ എല്ലാ സത്തും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ കുപ്പിക്കകത്തോട്ട് ആക്കി വയ്ക്കാം. മോന് പറ്റിയല്ല ഇത്. അതാ, നിനക്ക് പായസമൊന്നുമല്ല ഇത്. മറിക്കേ, നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കട്ടെ. അപ്പം നമുക്ക് ആ കുപ്പിയിലോട്ട് തന്നെ മാറാ. അവിടുന്ന് അവൻ വിചാരിക്കുന്നത് ഏതാണ്ട് പ്രഥമൻ വെച്ചെന്നാ. അപ്പം നമുക്ക് അടുമ്പും ഇതെല്ലാം കൂടെ കഴുകി നമുക്ക് എന്ത് വേണേ മാറിക്കേ, ദൂരെ മാറിപ്പോ. ഇല്ല ഇല്ല ഇല്ല, മാറി 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 മാറി. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ബ്രൂണോയ്ക്ക് ഫിഷ് ആമിനോ വേണോ? ബ്രൂണോയ്ക്ക് ഫിഷ് ആമിനോ വേണം, നല്ല തഴച്ച് വളരും. വേണോടാ ബ്രൂണോ? ഇത് നമുക്ക് 2 ml എടുത്തിട്ട് ചെടിയുടെ പിന്നെ എന്താണ് പൂവിലും ഇലയിലും ഒക്കെ തളിക്കാണ്ട് 2 ml എടുക്കുക. ഒരു 5 ml എടുത്തിട്ട് ഓരോന്നിൻ്റെ ചുവട്ടിലും നമുക്ക് തളിച്ചു കൊടുക്കാം. നല്ല ലേഹ്യത്തിൻ്റെ മണം അതുകൊണ്ട് കേട്ടോ, ശർക്കരയുടെ ഒക്കെ മണം. അപ്പം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് 6 മാസം വരെ നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ബ്രൂണോയ്ക്ക് സഹിക്കുന്നില്ല കേട്ടോ. ഇത് അവൻ വിചാരിക്കുന്നത് അവൻ അതിൻ്റെ പ്രഥമൻ ഉണ്ടാക്കിയെന്നാണ്. ബ്രൂണോയ്ക്ക് വേണുണ്ടായത് മിക്കുന്നു നോക്കി ഈച്ചയെ പിടിക്കുന്നു. എൻ്റെ പായസം എന്തിനടുത്ത് വന്ന് ഈച്ച കൊണ്ടുവന്നിട്ട് ഓ പൂണോച്ചി പോ. ഇപ്പം നമുക്കിനി സൂക്ഷിച്ചു കൊണ്ട് വയ്ക്കാം. എന്നിട്ട് ഓരോ ചെടിക്കും നമുക്ക് വിത്താം.
ബ്രൂണോ അവിടെ ഇരുന്ന് കഴിഞ്ഞ് ബ്രൂണോ കണ്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി പറയുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് അരിച്ചെടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ ചെടികളുടെ വലിപ്പത്തിനനുസരിച്ചും എണ്ണത്തിനനുസരിച്ചും നമുക്കിത് ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് പിന്നെ 2 ml എടുത്തിട്ട് ചെടികളുടെ ചുവട്ടിലോട്ട് ഒഴിക്കുമ്പോൾ 5 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ തളിക്കുക. പിന്നെ അതുപോലെ ഇലയിലും പൂവിലും തണ്ടിലും ഒക്കെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ 2 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ തളിച്ചാൽ നമുക്കതിൻ്റെ പ്രയോജനം കിട്ടുന്നതായിരിക്കും. ഇതിന് നമുക്ക് നമ്മുടെ പയറിനും ചെടിക്കും ഒക്കെ ഒഴിച്ചിട്ട് വരാം. അപ്പോൾ അതിന് നമ്മൾ ആ കുപ്പിയിൽ നിന്ന് നമ്മളൊരു 2 ml എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2.5 ആയാലും കുഴപ്പമില്ല കേട്ടോ. അതിപ്പോൾ നമ്മുടെ സ്പ്രെയറിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുമ്പോഴത് കലക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിനകത്തൊരു സ്പൂൺ ഇട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല അതിനായിട്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളം ചേർത്തിട്ട്, 1 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് ഏകദേശം ഇവിടം വരെ വരും. അതിനകത്ത് അളവൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് വരാം. ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇത് 1 ലിറ്റർ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ മുറുക്കിയതിന് ശേഷം നമ്മളിത് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം അത് എല്ലായിടവും ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിത് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ട ചെടിയിലോട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ചുവട് മുതലേ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ? എന്തുമായി വരുന്നത് നമുക്ക് നോക്കാം. എല്ലാവരും ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്നെങ്കിലും ആരും സ്പ്രേ ചെയ്യുന്നത് ഇതുവരെ കാണിക്കുന്നില്ല ഇല്ലേ. 5 ml എടുത്ത് കലക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ചുവട്ടിലോട്ടും ഒഴിച്ചു കൊടുക്കാം. അതിനകത്തൊക്കെ നല്ലതുപോലെ വെണ്ടയ്ക്കൊക്കെ വരുന്നുണ്ട്. പച്ച വെണ്ടയ്ക്കത് ആദ്യം വന്നതൊക്കെ പിച്ചി ഇനി അങ്ങ് വരുന്നുണ്ട്. പാവലിനും കൂടെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഈ പാവലിനുണ്ടല്ലോ ഞാൻ 5 രൂപ കൊടുത്തിട്ട് നമ്മുടെ സീഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. തൈകൾ 5 രൂപയായിരുന്നു. കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചു പോയി. എന്നാലും എനിക്ക് മേളിൽ അത്യാവശ്യം പാവയ്ക്ക കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ആരോഗ്യവും ഇല്ലാതെ വളർന്നു വരുമായിരുന്നു. നോക്കി അതിൻ്റെ അടിഭാഗം കണ്ടോ, ഗ്രഹണി പിടിച്ച മാതിരി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ഇതിനകത്തും ഒരു വളപ്രയോഗം ചെയ്തിട്ട് എനിക്കിപ്പം ഇവിടെ അത്യാവശ്യം നല്ലതുപോലെയൊക്കെ വളർന്നു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇത്ര നന്നാക്കി എടുക്കുന്നതായ വളപ്രയോഗം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഇലയിലോട്ടും ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുക്കുംബറിന് കവറൊക്കെ ഇട്ട് നിർത്തിയിരിക്കുകയാണ്. കണ്ടോ, ഇത്ര ആയിട്ടേ ഉള്ളൂ. അപ്പം ഈ പ്രായത്തിലേ നമ്മൾ കവറൊക്കെ ഇട്ട് നിർത്തിയില്ലാന്നുണ്ടെങ്കിൽ കായ്ച്ചകൾ വന്നിട്ട് കൊത്തി അതങ്ങ് നശിപ്പിച്ച് കളയും. അതിനാണ് ഈ ഇങ്ങനെ മേലോട്ട് കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങ് കെട്ടി വെച്ചേക്കുക. ഇവിടെയൊക്കെ പിടിക്കുന്നുണ്ടോ? ഉണ്ടോ, ചെറുത് വരുന്നുണ്ട്. ഇത് നോക്കി, ഉണ്ടോ, കുഞ്ഞിതായിട്ട് വരുന്നുണ്ട്. നല്ലൊരു ടൈപ്പ് ആയിരുന്നു ഈ കുക്കുംബർ. ഇവിടെയൊക്കെ പിടിക്കുന്നുണ്ട്. ഉണ്ടോ, അടുപ്പിച്ച് പിടിച്ച് വരുന്നുണ്ടോ? ഇത്ര അടുത്തടുത്ത് 3 എണ്ണം ഉണ്ട്. എന്താ വരുന്നുണ്ട്. ഉണ്ടോ, നല്ല ഇനി കവറിട്ട് കൊടുക്കണം. ഇപ്പോൾ ആദ്യത്തെ കുക്കുംബർ വെച്ചിട്ട് നമ്മൾ സ്പ്രൗട്ട് സലാഡൊക്കെ ഉണ്ടാക്കിയായിരുന്നു. നിങ്ങളതെല്ലാം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ അത് കണ്ടപ്പോഴേ എല്ലാവർക്കും ഇത് ചേച്ചി നടുന്ന രീതിയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നടുന്ന രീതി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2ാമത്തെ കുക്കുംബറിനെ നിർത്തിയിട്ടുണ്ട്. 2ാമത്തെ കുക്കുംബർ അതിൻ്റെ ഉടുപ്പൊക്കെ ചെറുതായിപ്പോയി. കണ്ടപ്പോൾ അത് നല്ല വളർന്ന് വലുതായി. ഇപ്പം ഒരെണ്ണം കട്ട് ചെയ്താൽ തന്നെ 1 കിലോ ഉണ്ട്. ആ രീതിയിലാണ് കുക്കുംബർ വളർന്നിരിക്കുന്നത്. കണ്ടില്ലേ, നല്ലൊരു ടൈപ്പ് കുക്കുംബറാണിത്. അപ്പോൾ ഇത് നമ്മൾ 2 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒന്ന് പഴുക്കട്ടെ. അധികം പഴുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അരിയൊക്കെ എടുക്കുന്നതും നമ്മൾ കുഴിച്ചിടുന്ന രീതിയൊക്കെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിൻ്റെ വീഡിയോ കാണണമെന്ന് താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നാൽ മതി. തീർച്ചയായിട്ടും ഞങ്ങളൊരു വീഡിയോ ഇടുന്നതാണ്. ഇപ്പോൾ ഈ വഴുതനങ്ങ ഉണ്ടല്ലോ, ഇത്രയും നിൽക്കുന്ന ഈ വഴുതനങ്ങയെല്ലാം നമ്മൾ പിന്നെ ടെറസിൽ കഴിഞ്ഞ പ്രാവശ്യം ഗ്രോ ബാഗിനകത്ത് നട്ടുപിടിപ്പിച്ചതായിരുന്നു. ടെറസിലായിരുന്നു നിന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇത് പിന്നെ ഗ്രോ ബാഗിനേക്കാളൊക്കെ വലുതായി. പിന്നെ അതിൻ്റെ വഴുതനയൊക്കെ പിടുത്തമൊക്കെ കുറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ലോക്ക്ഡൗൺ സമയത്ത് അച്ഛൻ അതിനെല്ലാം പറക്കി താഴെ കൊണ്ടുവന്നു കവറോടെ.
എന്നിട്ട് കവറും അറിഞ്ഞില്ല, തറയും അറിഞ്ഞില്ല, മണ്ണും അറിയാത്ത മട്ടിൽ അതിനെ കഴിഞ്ഞ് നല്ലൊരു കുഴിയൊക്കെ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വളമൊക്കെ ചേർത്തിട്ട് ഇതിനെ അങ്ങ് കുഴിച്ചിട്ടു. ഒരു 7-8 മൂടുണ്ടായിരുന്നു മുകളിൽ. അപ്പോൾ അതിപ്പം വീണ്ടും നശിച്ചു പോകേണ്ടതായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു ഇതുകൊണ്ടാണ്, ഈ ചുണ കൊണ്ടാണ്. ഇപ്പോൾ വീണ്ടും വഴുതനങ്ങ കണ്ടില്ലേ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്, എല്ലാത്തിലും പിടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വഴുതനങ്ങയൊക്കെ നിന്നാലും നമ്മളതിനെ നശിപ്പിച്ച് കളയൊന്നും വേണ്ട കേട്ടോ. വീണ്ടും ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ട് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തിരുന്നാൽ നല്ലതുപോലെ പിടിച്ചു വരും. കുറച്ച് നാൾ നമ്മൾ ഈ ഗ്രോ ബാഗിനകത്തൊക്കെ നിൽക്കുമ്പോൾ ഗ്രോ ബാഗിനേക്കാൾ വലുതായിട്ടൊക്കെ അങ്ങ് മാറും. പിന്നെ ഒരു വല്ലാത്ത രീതിയിലൊക്കെ നിൽക്കുമ്പോൾ അതിനെ എടുത്തിട്ട് നമ്മൾ മണ്ണിനകത്ത് കൊണ്ടു നട്ടാലും മതി. അതല്ല ഗ്രോ ബാഗിനകത്ത് തന്നെ കുറച്ചുകൂടെ വളമൊക്കെ ഇട്ടിട്ട് നിർത്തിയാലും നന്നായിരിക്കാം. ഇതും അതേപോലെ ഇവിടെ ഒരു 8 മൂട് ഇങ്ങനെ 8 ഇവിടെ നിൽക്കുന്നത്. 2, 4, 6, 8 മൂട്. ഇത് തന്നെ 8 മൂടുണ്ട്. എല്ലാത്തിലും ഇതേപോലെ കായ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ പിടുത്തമില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ അങ്ങ് വെട്ടിക്കളയുകയാണ് പതിവ്. അങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഈ വഴുതനങ്ങയൊക്കെ കുറേ കാലം നിൽക്കും. അതുപോലെ തന്നെ പച്ചമുളക് ചെടിയൊക്കെ കുറേ കാലം അങ്ങ് നിന്ന് നമുക്ക് വിളവ് തരും. ഇതും അതേപോലെ ടെറസിൽ നിന്നായിരുന്നു തക്കാളി വഴുതനങ്ങ. അപ്പം അവിടെ നിന്നിട്ട് 1-2 എണ്ണമൊക്കെ പിടിച്ച് പിന്നെ അതിൻ്റെ പിടുത്തമൊക്കെ അങ്ങ് നിന്നായിരുന്നു. പിന്നെ അതിനെ എടുത്ത് താഴെ കൊണ്ടുവന്ന് മണ്ണിൽ വെച്ചപ്പോഴും നല്ലതുപോലെ പിടിച്ച് വീണ്ടും വരുന്നുണ്ട്. വേണ്ട കായൊക്കെ പിടിക്കുന്നുണ്ടോ? അവിടെ പൂ വരുന്നത് നോക്കിക്കേ, നല്ലതുപോലെ പൂക്കൾ വരുന്നുണ്ട്. ഉണ്ടല്ലോ. ഇതിനെല്ലാം നമുക്ക് ഫിഷ് അമിനോ ആസിഡ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പലതരത്തിലുള്ളതായ ജൈവ വളങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ മാറി മാറി കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല വിളവ് എല്ലാത്തിൽ നിന്നും കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കോവൽ കണ്ടില്ലേ, എത്രയും നമ്മൾ നല്ലതുപോലെ പടർത്തി കൊടുക്കുന്നുണ്ടോ, വെയിലും കിട്ടുന്നുണ്ടോ. ഇതിപ്പോൾ നമ്മുടെ ഷീറ്റിൻ്റെ കീഴിലോട്ടാണ് കയറി വന്നിരിക്കുന്നത്. ഷീറ്റിനകത്ത് നമ്മൾ കുറച്ച് ഭാഗം വെള്ള ഷീറ്റ് ഇട്ടതുകൊണ്ട് ഈ നല്ലവണ്ണം വെയിലൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അതിനകത്ത് നല്ലതുപോലെ കായും പിടിക്കുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ വളങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട്. മാറി മാറി ഓരോ വളങ്ങളും ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ കോവയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. വള്ളി നമ്മൾ കെട്ടി എത്രയും നമ്മളിങ്ങനെ പടർത്തി കൊണ്ടുപോകാമോ അതിനനുസരിച്ച് നമുക്ക് പിടിക്കുന്നതായിരിക്കും. സ്ഥല സൗകര്യമൊക്കെ വേണം കേട്ടോ. വാ ബ്രൂണ, നമുക്ക് ഒഴിച്ചിട്ട് വരാം. നമുക്ക് ചെടിക്ക് ഒഴിക്കാം. അതിനൊഴിക്കുന്നോ? അയ്യോ, നിനക്കെന്തിനാ ഇത്? നിനക്കെന്തിനാടാ? നമുക്ക് ചെടിക്ക് ഒഴിക്കാം. കണ്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒഴിക്കുന്നുണ്ട്. വെണ്ടയ്ക്ക കണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ പാവലിന് ഒഴിക്കുന്നുണ്ട്. പാവലിന് പാവലിക്കും. അയ്യോ, നമുക്ക് പാവലുണ്ട്. പാവൽ ഒഴിച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് കൊണ്ടുവെക്കാം. എന്നെ അല്ലേ ഇവിടെ നോക്കാം. കാര്യം കൊണ്ട് മാർക്ക് വരപ്പം. ഓ ഓടുന്ന ഇച്ചിരി താമയെന്നും പറഞ്ഞിട്ട് അവൻ ഏതാണ്ട് ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് അവൻ വരുന്നത്. നിനക്ക് കൊള്ളത്തില്ലടാ, നിനക്ക് കൊള്ളത്തില്ല. ഈ ചെറുക്കൻ എന്തിന്റെ കേടാ? ഞാനിത് കൊണ്ടുവെക്കട്ടെ വെച്ചേ. നിന്റെ എന്നത് അവൻ വിചാരിക്കുന്ന അവൻ്റെ നല്ല ലേഹ്യത്തിൻ്റെ മണം കേട്ടോ. അപ്പം നമ്മുടെ ചെടികൾക്കും ഒരു സ്വല്പം അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും കൂട്ടി ഒഴിക്കണ്ട, ഒരു കുറേശ്ശെ. അവർക്കും ഒരു തഴപ്പൊക്കെ ഉണ്ടാവട്ടെ. അപ്പം നിങ്ങൾക്ക് ഈ ഫിഷ് അമിനോ ആസിഡ് അരിച്ചെടുക്കുന്ന രീതിയും അത് പ്രയോഗിക്കുന്ന രീതിയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലതുപോലെ പൂവും കായും ഒക്കെ ഉണ്ടാകാനും നല്ല ആരോഗ്യത്തോടെ വളരാനും ഫിഷ് അമിനോ ആസിഡ് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ നന്ദി, നമസ്കാരം.